വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ LDF അതിൻ്റെ ഇടതുപക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു. ഇടതുപക്ഷ എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ മുമ്പിൽ അതിൻ്റെ ഇടതുപക്ഷ ആശയങ്ങളെയും മൂല്യബോധത്തെയും മുറുകെ പിടിക്കാൻ കടപ്പെട്ട പക്ഷമാണ്. അതിൻ്റെ അനുഭവങ്ങളെ ഞങ്ങൾ തീർച്ചയായിട്ടും വിശകലനം ചെയ്യും. ജനങ്ങൾ ഞങ്ങളെ അങ്ങനെ കാണുന്നുവെന്ന് പരിശോധിക്കും. ജനങ്ങളെ തന്നെയാണ് ഞങ്ങൾ വലിയവരായി കാണുന്നത്. ആ അർത്ഥത്തിൽ ലെഫ്റ്റിനെ പറ്റിയുള്ള ഇടതുപക്ഷത്തെ പറ്റിയുള്ള ജനകീയ വിമർശനങ്ങളെയും ഞങ്ങൾ തള്ളിക്കളയുകയില്ല. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് കരുതുന്നുണ്ട്. കാരണം കേരളത്തിലെമ്പാടും ഒരു പൊതു ട്രെൻഡായിട്ട് UDF അനുകൂലമായി മാറിയിട്ടുണ്ട്. അതിന് സർക്കാരിനെതിരായ ജനവിധിയായിട്ട് ഇതിനെ കാണുന്നുണ്ടോ? ഇതിൻ്റെ പാഠങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ വശങ്ങളും പഠിക്കണം. ഒരു ഭാഗത്തിൽ വിലക്കൊന്നുമില്ല. എല്ലാ വശവും പഠിക്കുമ്പോൾ ഇതടക്കം പലതും പഠിക്കപ്പെടും. ഇടതുപക്ഷം പെരുമാറുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. CPI തന്നെ അക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിരുന്നു. PMC അടക്കം തന്നെ ഇടതുമൂല്യം ഉയർത്തിപ്പിടിക്കുമെന്ന് വിനോദ് വിശ്വം പറയുന്നതിൽ അതുമില്ലേ? ഇടതുമൂല്യം ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുമ്പോൾ അർത്ഥം അത് തന്നെയാണ്. ഇടതുമൂല്യം ഉയർത്തിപ്പിടിക്കും എന്ന് പറഞ്ഞാൽ ഇടതുമൂല്യങ്ങളുടെ ഉയർത്തിപ്പിടിക്കലിലും അതിൻ്റെ മൂല്യബോധങ്ങളിലും എല്ലാം പാലിക്കേണ്ട നിഷ്ഠകൾ പാലിക്കാൻ നിങ്ങളെല്ലാം കടപ്പെട്ടവരാണ്. അതിൽ CPI മാത്രമല്ല CPM കടപ്പെട്ടവരാണ്. ഇവിടെ ചോദിച്ച ചോദ്യമുണ്ടല്ലോ PMCയെ സംബന്ധിച്ച് CPIക്കും CPMനും മൗലികമായി അഭിപ്രായം ഒന്ന് തന്നെയാണ്. മൗലികമായി ഒന്നായിരിക്കെ തന്നെ എന്തുകൊണ്ടോ ചില ഘട്ടങ്ങളിൽ PMCയെ പറ്റിയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ പൊന്തി വന്നു. അത് നിർഭയകരമാണെന്ന് CPI പറയുന്നത്. പക്ഷേ ഒന്നുറപ്പാണ്, ആ ചർച്ച വീണ്ടും വെളിവാക്കി. PMC പോലെയുള്ള ഒരു മൗലിക പ്രശ്നത്തിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അഭിപ്രായങ്ങൾ വേറെ വേറെയല്ല, ഒരേ കാഴ്ചപ്പാട്. CPMൻ്റെയും CPIയുടെയും പ്രമേയങ്ങൾ വായിച്ചത് ബോധ്യപ്പെടും. CPIക്കോ CPMനോ അടിസ്ഥാനപരമായിട്ട് അതിൽ വ്യത്യസ്ത വീക്ഷണങ്ങളില്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു വിവാദമുണ്ടായി എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കും. അതിൻ്റെയും പ്രതികരണങ്ങളുണ്ടാകും. ഈ ഭരണവിരുദ്ധ വികാരത്തെപ്പറ്റി എന്താ CPIയുടെ ഈ ഫലം കാണുമ്പോൾ വിലയിരുത്തുന്നത്? ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? അതിലേക്ക് മാത്രം ഒതുങ്ങണ്ട. ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്റാണത്. പ്രത്യേകിച്ചും സേവന മേഖലയിൽ, വികസന മേഖലയിൽ ഈ ഗവൺമെൻറ് കാണിച്ച മുൻകൈയെപ്പറ്റി കേരളം കാണുന്നുണ്ട്. ജനങ്ങളിലെ സാധാരണക്കാരെയും പാവങ്ങളെയും ഈ സർക്കാർ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. പെൻഷൻ സ്കീമുകൾ, അതുപോലുള്ള എല്ലാ പദ്ധതികളും കാണാം. അതെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ള LDFൻ്റെ നയത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതെല്ലാം ചെയ്ത ഗവൺമെൻറ്റിനോട് എന്തുകൊണ്ട് ജനങ്ങൾ ഇപ്രകാരം പെരുമാറിയെന്ന് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മൗലികമായ ഒരു അഭിപ്രായം തന്നെയാണ് CPIക്കും CPMനും എന്നൊക്കെ പറയുമ്പോൾ പോലും PM ശ്രീയിൽ CPMനെ തിരുത്തിയത് CPI ആണ്. ഇടത് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് പറയുന്നത് CPI ആണ്. അത്തരത്തിൽ മുന്നണിയിൽ തന്നെ ഇടത് ആശയങ്ങൾക്കുള്ള വ്യതിചലനം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടേ LDFന് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇന്നും നാളെയും അതേ പറ്റൂ. അതിൽ നിന്ന് വഴിമാറിപ്പോകാൻ CPIക്കോ CPMനോ അവകാശമില്ല. LDF ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പക്ഷമാണെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഒരു വിഷയം മാത്രമേ ചുരുക്കേണ്ടത്. എല്ലാ വിഷയങ്ങളും പഠിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. പഠിക്കാൻ ഞങ്ങൾ എല്ലാ വിഷയങ്ങളും ഒന്നിലേക്ക് മാത്രം ഒതുക്കണ്ട. ഈ ഇപ്പോഴത്തെ LDFൻ്റെ ഒരു നേതാവ് സവാൽ ചെയ്തുകൊണ്ട് നേതാവ് പറഞ്ഞു, ഈ അങ്ങ് പറഞ്ഞ പോലെ അല്ല, അതായത് വികസനം ഇത്രയും ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റിയിട്ട് ജനം ഞങ്ങൾക്കിട്ട് വെച്ചു, നന്ദികേട് കാട്ടി എന്ന് പറഞ്ഞു. ഇത്തരം പ്രസ്താവനകൾ എങ്ങനെയാണ് CPI കാണുന്നത്? M. മണിയാണത് പറഞ്ഞത്. ആരോട്? M. മണി. രാഷ്ട്രീയ നിലപാടുകൾ പറയുമ്പോൾ ഇടതുപക്ഷത്തെ എല്ലാ പാർട്ടികളും ഉപയോഗിക്കുന്ന ഭാഷയും പ്രയോഗിക്കുന്ന വാക്കും എല്ലാം പ്രാധാന്യമേറിയവയാണ്. ജനങ്ങളെ മാനിച്ചുകൊണ്ടേ പറയാവൂ. തങ്ങളെക്കാളും താഴെയാണ് ജനങ്ങളെന്നും തങ്ങൾ അവരുടെ എല്ലാം യജമാനത്വമുള്ളവരാണെന്നുള്ള ഭാവത്തിൽ ഒരു ഇടതുപക്ഷ നേതാവും സംസാരിച്ചാൽ അത് ഗുണകരമായിട്ടില്ല എന്നാണ് CPIയുടെ ബോധ്യം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. ഇപ്പം അങ്ങ് പറഞ്ഞു UDF BJP അന്തർധാര ബന്ധം ഉണ്ടായെന്ന്.
പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന്റെ എക്സ്പെൻസിലാണ് BJP വലിയൊരു മുന്നേറ്റം നടത്തുന്നത് നമ്മൾ കാണുന്നത്. UDF അവരുടെ നില മെച്ചപ്പെടുത്തുന്നു. 10 സീറ്റിൽ താഴെ ഉണ്ടായിരുന്നത് 20 സീറ്റിലേക്ക് വരുന്നു. പക്ഷേ LDFന്റെ സീറ്റുകൾ വൻതോതിൽ പിടിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ അന്തർധാര എന്നുള്ള ഒരു കേവലമായ ഒരു ആരോപണത്തിനപ്പുറത്ത് LDFന്റെ വോട്ട് ബാങ്കിലേക്ക് അല്ലെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് NDA മുന്നേറുന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? അപ്പൊ അതിനെ ഈ ഒരു വിമർശനം കൊണ്ട് മാത്രം അന്തർധാര എന്ന വാക്ക് ഞാൻ മുണ്ടിയിട്ടേ ഇല്ല. ബന്ധം അന്തർധാര ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് ഏറെക്കാലമായിട്ട് കേരളത്തിലുള്ള ഒന്നാണ് ഈ UDF BJP ബന്ധം. അത് പുതിയ കാര്യമല്ല. 91 ആരംഭിച്ചതാണ്. 91 അന്നാണ് വടകര ബേപ്പൂർ മോഡൽ ഉണ്ടായത്. പിന്നെ പലപ്പോഴും കാഴ്ച കാണുകയാണ്. ആ പ്രവണത ഇപ്പോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എല്ലായിടത്തും ഒരുപോലെ ഉണ്ടായിരുന്നല്ല. ആ പ്രവണതയുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്. ഭാവിയിലും ഞങ്ങളത് കാണുന്നുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും വിജയിച്ചു വരും. വിജയിക്കുമ്പോൾ ഇതിനൊക്കെ ഞങ്ങൾക്ക് മറികടന്നേ പറ്റുമെന്നുള്ള ബോധം CPIക്ക്. പക്ഷേ ഈ തിരുവനന്തപുരം നഗരസഭയുടെ റിസൾട്ട് ഈ പറഞ്ഞ BJP CPM ധാരണ UDF ധാരണയല്ല, മറിച്ച് LDFന്റെ ഏറ്റവും വലിയ ബലഹീനതയല്ലേ തുറന്നു കാട്ടപ്പെടുന്നത്. കാരണം ഇവിടുത്തെ നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട അഴിമതികൾ എത്രയാണ്. അപ്പോൾ ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ നിലപാടെടുത്തതിന് ഈ BJP ബാന്ധവം എന്നൊക്കെ പറയുന്നതിൽ എന്താണ് അടിസ്ഥാനം? പാഠങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു വരയില്ല. അതിൽ പാഠങ്ങൾ പഠിക്കും. എല്ലാ പാഠങ്ങളും പഠിക്കും. അത് പഠിക്കണം. ഈ തിരുത്തേണ്ട നിലപാടുകൾ സർക്കാർ തിരുത്താൻ തയ്യാറാവണ്ടേ? ഈ സംശയമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇടതുപക്ഷമാകും. സർക്കാർ തിരുത്തണമെന്നാണോ പറയുന്നത്? പാഠങ്ങൾ പഠിക്കണം എന്നാ പറഞ്ഞത്. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണമെന്ന് പാഠങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞാൽ പാഠങ്ങൾ പഠിക്കും. ഇതെന്ത് സർക്കാരാണെന്ന ചോദ്യത്തിന് എപ്പോഴും പ്രസക്തിയുണ്ട്. ഇത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. പാഠങ്ങൾ പഠിക്കുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് PMC തിരുത്തലുണ്ടായത്.